മാഷിനെ ഞാൻ നമ്മുടെ സംഗീത കൂട്ടായ്മയ്ക്ക് വേണ്ടിയും ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പി ജയേന്ദ്ര മാഷിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രഭാഷണം നടത്തുന്നത് ജയേന്ദ്ര മാഷുമായിട്ട് വളരെ കാലം അടുത്ത ബന്ധം പുലർത്തി പോയിരുന്ന നമ്മുടെ വിനോദ് ചെറുകുഴി മാഷാണ്, സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ നമ്മളെല്ലാവരും വിവാദത്തോടുകൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ ഇരിക്കുന്ന മാഷ്, വിനോദ് മാഷ്, വിജയകുമാർ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഗായകൻ പി ജയചന്ദ്രൻ്റെ അനുസ്മരണ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. എങ്കിലും മലയാളികൾക്ക് മറക്കാനാവാത്ത ആയിരക്കണക്കിന് മധുര ഗാനങ്ങൾ നമുക്ക് തന്നിട്ടാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത്. വിജയകുമാർ പറഞ്ഞു നമ്മൾ അദ്ദേഹത്തെ ഭാവഗായകൻ എന്നാണ് വിളിക്കുന്നത്. ശരിയാണ്, നമ്മൾ ഭാവഗായകൻ തന്നെയാണ് വിളിക്കുന്നത്. കാരണം അദ്ദേഹം ഓരോ പാട്ടിനും പാടിയിട്ടുള്ള ഓരോ പാട്ടിനും കൊടുക്കുന്ന ഭാവം, ആ ഇമോഷൻസ്, അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടി ധരിപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെയുള്ള ഗായകർ എല്ലാവരും 90% ആൾക്കാർ ഗായകരാണ്, എനിക്കറിയാം. അവർക്കറിയുന്ന കാര്യമാണ്. നമ്മൾ പ്രോഗ്രാമുകളിലൊക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പഠിച്ച് പാടാൻ ശ്രമിക്കുമ്പോൾ പാട്ടുകൾ പഠിക്കും, നമ്മൾ ശ്രുതി ചേർത്ത് പഠിക്കും, ട്യൂണ് പഠിക്കും, കൃത്യമായി സംഗതികൾ അതേപോലെ പഠിക്കും, പാടും. പാടിയാലും നമുക്ക് തോന്നും എന്തോ ഒരു മിസ്സിങ് ഉണ്ട്, എന്തോ ഒരു കുറവ്. അതെന്നും അനുഭവപ്പെടാറുണ്ട്. ജീവിതത്തിൽ ഗാനങ്ങൾ പാടും, എത്ര വൃത്തിയായി പാടിയാലും എന്തോ ഒരു അഭാവം അതിനകത്തുണ്ട്. അതെനിക്ക് തോന്നാറ് അദ്ദേഹം ഒരു ഭാവമാണ് ആ പാട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഫാസ്റ്റ് സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ട്. നമ്മൾ ദ്രുതതാളത്തിലുള്ള പാട്ടുകളൊക്കെ അദ്ദേഹം പാടിയിട്ടുണ്ട്, ഒരുപാട് പാട്ടുകളുണ്ട്. ആ പാട്ടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൽ പോലും അദ്ദേഹം ഒരു ഭാവം കൊടുക്കുന്നുണ്ട്. പല പാട്ടുകളും എനിക്ക് പറയാൻ പറ്റും. അതിൽ പോലും ആ ഒരു മെലഡി അല്ലെങ്കിൽ ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു ഭംഗി തന്നെ ആ ഒരു ഭാവം കൊടുത്തിട്ടാണ് അദ്ദേഹം പാടുന്നത്. അത്ര വലിയ ഒരു മഹാ വ്യക്തിയാണ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം നമുക്ക് ഗാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപിടി കണ്ണീർ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടന പരിപാടി ആരംഭിക്കുകയാണ്. ഇവിടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ സംഗീത കൂട്ടായ്മയുടെ ഗുരുവായ കലാചാര്യ ശ്രീ കൃഷ്ണൻ മാരാർ ആണ്. ഇത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം മാഷെ പല ഗാനങ്ങളും മാഷ സംഗീതത്തിൽ അഗാധം പാടിയിട്ടുള്ള ഒരാളാണ് മണിമാഷ്. രാഗങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശാലമായ അറിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്കൊരു ഭാഗ്യം, അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകൾ സ്റ്റുഡിയോയിൽ പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആ പാട്ടുകൾ ആ ഒരു മുഖത്ത് നിന്ന് തന്നെ നേരിട്ട് കേട്ട് പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ മാഷത്തെ ക്ലാസ്സിന് പോകണമെന്നൊക്കെ എത്രയോ ആഗ്രഹിച്ചാണ്, പക്ഷേ പറ്റാറില്ല. സാഹചര്യങ്ങളോട്, ജോലിയുടെ പ്രശ്നങ്ങളോട് സാറിന് മാഷത്തെ പോയിട്ട് പഠിക്കാൻ പറ്റിയില്ല. എങ്കിൽ അതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു വ്യക്തിയെ ഉദ്ഘാടനത്തിൽ കിട്ടിയത് നമുക്ക് ഭാഗ്യം ചെയ്തവരാണ്. അദ്ദേഹത്തെ ക്ഷണിക്കാൻ ഒരവസരം കിട്ടിയതിൽ ഞാൻ വളരെയധികം ഭാഗ്യവാനാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് ഞാൻ ആദരവോട് ക്ഷണിക്കും. എല്ലാ വ്യക്തികൾക്കും ഓരോരോ വ്യക്തികളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം അറിയപ്പെടുന്നവരാണ്. പിന്നെ പി ജയചന്ദ്രൻ എന്ന വ്യക്തി
ഗായകൻ തന്നെയായിരുന്നു, സംശയമില്ല. ശക്തി പറഞ്ഞ പോലെ അദ്ദേഹം പാടിയ പാട്ട് ഗോർണാക്ക് പാട്ടിക്ക് കുറച്ച് വിഷമമുണ്ട്. ആ രൂപത്തിലാണത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം ഓർമ്മിക്കും. പക്ഷേ അതിൻ്റെ ഒരു സ്മരണ യുവ സംഘടനയ്ക്കുണ്ടായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. അതിന് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അധികം അറിയില്ല എങ്കിലും ഒന്ന് രണ്ട് വിഷയങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എനിക്കറിയാം. അദ്ദേഹം രാജവംശത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് പി ജയേന്ദ്രൻ വർമ്മ കൂടിയുണ്ട്. വളരെ കാലം മുമ്പിൽ ഒരു വേദി ഞാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റേജിൽ അരങ്ങക്ഷേത്രത്തിൽ എൻ്റെ ഒരു അഷ്ടപതി ഉണ്ടായിരുന്നു. ആ സമയത്ത് മുമ്പുണ്ട്. പക്ഷേ അന്ന് എനിക്ക് അത്ര വലിയ പരിചയമുണ്ടോ എന്നിട്ട് നമ്മുടെ തമ്പുരാൻ പറഞ്ഞാണ് അന്നേരത്ത് മനസ്സിലാവുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു, സംഗീത കച്ചേരി. വളരെയധികം ഗംഭീരമാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഈ സ്മരണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പി ജയചന്ദ്രൻ മാഷിൻ്റെ അനുസ്മരണ പരിപാടി 4 മണിക്ക് തന്നെ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. നിങ്ങളെല്ലാവരും എത്തിച്ചേരാൻ കഴിഞ്ഞത് തന്നെയാണ് ഈ പരിപാടി ഇത്രയും വൈകാൻ കാരണം. ഒരുപാട് ആളുകൾ പാടുവാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഒരു സിനിമാ ഗാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന കുറച്ച് മുഖങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ജയചന്ദ്രൻ മാഷ്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടി ഇത്തരത്തിലൊരു പൊതുവേദികളിൽ നടത്തിയില്ലെങ്കിൽ അത് മോശം തന്നെയാണ്. കണ്ണൂർ സംഗീത കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം 12 വർഷക്കാലമായി വ്യത്യസ്തങ്ങളായ സംഗീത പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കോവിഡ് കാലം മുതൽ തുടങ്ങിയ സൗഹൃദങ്ങൾ ഒരു വാട്സപ്പ് കൂട്ടായ്മയായി മാറി. അതിൽ പ്രഗത്ഭരായ സംഗീതജ്ഞന്മാരും എല്ലാം ഉള്ള ഒരു ഗ്രൂപ്പാണ്. ഈ സന്തോഷവും സ്നേഹവും നമ്മളെല്ലാവരും ഉള്ളിടത്തോളം കാലം നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് ആളുകൾ പാടുവാനായി കാത്തിരിക്കുന്നുണ്ട്. ജയചന്ദ്രൻ മാഷിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായി സംഗീത കൂട്ടായ്മയെ കുറിച്ച് പറയുന്നതിന് നമുക്ക് അനുസ്മരണ പരിപാടിയിലേക്ക് തന്നെ തിരിച്ചു പോകാം. പാട്ടിനിടയിൽ അല്പം കാര്യങ്ങളൊക്കെ സംഗീത കൂട്ടായ്മയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം. പരിപാടിയുമായി നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി ഇന്നത്തെ പ്രധാന പരിപാടിയാണ്. മുഖ്യ പ്രഭാഷണം നമുക്ക് വേണ്ടി നടത്തുന്നത് പ്രശസ്ത സംഗീത സംവിധായകനായ വിനോദ് ചെറുകുന്നമാണ്. നമ്മളൊക്കെ ഗായകൻ ജയചന്ദ്രനെ കുറിച്ച് പറയുന്നത് നമ്മൾ പേപ്പറിൽ വായിച്ചു, അല്ലെങ്കിൽ ഇന്റർവ്യൂ കേട്ടു, ഇങ്ങനെ കേട്ട് അറിവുകളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പറയാം. വിനോദ് മാഷ് ജയചന്ദ്രനെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. സംഗീത സംവിധാനം കൊണ്ട് തൻ്റെ പാട്ട് അദ്ദേഹത്തെ കൊണ്ട് സ്റ്റുഡിയോയിൽ പാടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് കുറച്ചുകൂടി കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ്, ഒരു പാട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ചില കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കും. നമുക്ക് അത് ജയചന്ദ്രൻ അനുസ്മരണത്തിന് പറ്റിയ ഒരു മാന്യ വ്യക്തിയെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മണിമാഷയുടെ കാര്യം പറഞ്ഞ പോലെ ഇതും എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണാണ്. വിനോദ് മാഷുമായിട്ടുള്ള എൻ്റെ പരിചയം ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പിലാണ്. അത് ഞാൻ പിന്നീട് വേറെ അവസരത്തിൽ നമ്മളുടെ കണ്ണൂർ സംഗീത കൂട്ടായ്മയുടെ മറ്റൊരു പ്രോഗ്രാമിൽ ഞാൻ വിശദമായി പറയാം. ഏതായാലും
വലിയ സംഗീത സംവിധായകനെ നമുക്ക് വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കാം. വിനീതമായ നമസ്കാരം. സംഗീത കൂട്ടായ്മ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 19 നിങ്ങൾ നേരിട്ടാണ് അതെ പക്ഷേക്കടവ് വെച്ചു. പക്ഷെ നമ്മുടെ ദിവസം മനസ്സുകൊണ്ട് ഇതിലുള്ള എല്ലാ നമ്പർമാരും ഞാനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താ പറയുക ഒരാത്മബന്ധം. നിങ്ങളുടെ എല്ലാ മെസ്സേജുകളും എല്ലാ പാട്ടുകളും ദിവസവും കാണും. രാത്രി ഡേറ്റ് പിറ്റേ രാവിലെ ഫോൺ വർക്ക്. അപ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് എപ്പോഴും കണ്ട് കേട്ട് അഭിപ്രായങ്ങൾ പറയാറില്ല. അഭിപ്രായങ്ങൾ പറയാൻ ആഴ്ചക്കത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അതിൽ തന്നെ എല്ലാവരും ഉണ്ടാകും. ഇത് ഒരു സ്ട്രൈക്ക് വർക്കാണ് ശരിക്കുള്ള എല്ലാം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കാണാൻ കേൾക്കും. എല്ലാ പരിപാടിയെ കുറിച്ച് ആദ്യമായി നന്ദി കടപ്പാട് അറിയിക്കുന്നതോടൊപ്പം ഇപ്പം ആദ്യ സ്ഥാനം വഹിച്ച ശരത്ത് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു ഞാൻ പേടിക്കുകയോ ഡിക്കുകയോ ആയി. ഇനി അതിലപ്പുറം പറഞ്ഞാൽ ഇതൊക്കെ ശരത്തിൻ്റെ അച്ഛൻ തമ്പി മോശമല്ലേ നാളാന്താ ട്യൂട്ടോറിയൽസ് തമ്പി മോശമാണ് സത്യം പറയാം. അപ്പോൾ ചെറുതുമായിട്ട് കുറേ ബന്ധമുള്ളതാണ്. അല്ലെങ്കിൽ ഞാനുള്ള ഒരുമിച്ച് പഠിച്ച് അതുപോലെ പറയുന്നത് നിങ്ങൾ അയൽവാസം ചെറുത് പേര്. അപ്പോൾ തമ്പി മാഷ ശിക്ഷണത്തിൽ പഠിച്ച ഞാൻ മാഷ ഓരോ ക്ലാസ്സിൽ ഞാൻ നമ്മളെ കൊണ്ട് പാട്ട് പാടി. അത് രണ്ടുപേരെയായാലും മാഷയ്ക്ക് കവിതകളെ ഇഷ്ടം. ആശാന്റെ മണ്ണിടിയിൽ തിരുവന്നാൽ തീർന്നല്ലേ സമസ്തം, പിന്നെ നിങ്ങളല്ലാതായില്ലേ. അപ്പോൾ അങ്ങനെ ഓരോരോ കവിതാശകലങ്ങൾ നമ്മൾ പഠിക്കും. അതിന് പകരം നമ്മളത് വെറുതെ ഒരു പാട്ട് അവസാനം എന്നോട് പറഞ്ഞു എൻ്റെ മോണിൽ എഴുതാനും പഠിപ്പിക്കും. അങ്ങനെ പ്രാർത്ഥന ഞാൻ പഴയ എഴുതി ക്ലാസ്സിൽ നിന്ന് മാഷത്ത് പോയി ഇവരെ പഠിപ്പിച്ച പാട്ടിൽ ശരത്തിന് ഓർമ്മയുണ്ടോന്ന് അറിയാം. രാമായണത്തിൻ്റെ ശീലുകൾ പാടിയ നാരായണ കിളിക്കൊതുക്കം രാമസഹോദരൻ തൻ പ്രിയ സഖിയുടെ ഗാഥകൾ പാടിയ ദുഃഖം സഖിയോളയെ കണ്ട ദുഃഖം. ശരത്തിനെ 8ാം ക്ലാസ് പഠിപ്പിച്ചത്. അതാണ് ഞാൻ ശരത്തെന്ന് പറയുമ്പോൾ നമുക്കൊരു ആ ബന്ധത്തിലൂടെ മതി. പിന്നെ കൃഷ്ണമണിയായിട്ട് വേറെ വാക്കുകളില്ല. ഞാൻ കൃഷ്ണമണിയുടെ പാട്ട് പാടുന്നത് വിചാരിച്ചിട്ടാണ് നിന്നത്. കൃഷ്ണമണിയിട്ട് നമ്മളെ തട്ടിപ്പേക്കാം. വളരെ ചുരുക്കത്തിൽ അരങ്ങ് ക്ഷേത്രത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞു അത് നമുക്ക് ഇനി പ്രതീക്ഷിക്കാം. ഒരു കണ്ണനെ കാണാൻ ആ പേരിലൊരു പാട്ട് കൃഷ്ണൻ്റെ മണിയുടെ കൂടെ പാടിക്കാം. കുഴപ്പമൊന്നുമില്ല. ഏതായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. ഇവിടെ കഴിഞ്ഞ മാസം അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ 25 നമ്മളെല്ലാവരും മലയാളികളുടെ മുഖം കണ്ണീരിലാക്കിയ 2 അക്ഷരം കൊണ്ട് വിളിച്ച വ്യക്തി ഈ വർഷം തുടക്കത്തിൽ നമുക്ക് അക്ഷരം ചെയ്യട്ടെ. ഈ രണ്ട് മകൾ വ്യക്തികളെ ഓർമ്മിക്കാൻ തോന്നും. അപ്പം ജയന്തൻ അനുസ്മരണമാണെങ്കിൽ MTA ക്ക് 2 വാക്കുകളെ സംസാരിക്കുന്നതാണ്. ഞാൻ സ്ഥലത്ത് അധ്യക്ഷനോട് ചോദിച്ചപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞു. അവിടെ അധ്യക്ഷൻ്റെ സമ്മതപ്രകാരം അതുകൊണ്ട് പറയും. നമുക്ക് നമുക്ക് എന്താ പറയുക നില മനസ്സ് ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലോകത്തിൽ ഏത് കടൽ കിടന്ന് എവിടെ പോയാൽ ഒരു കഥാപാത്രം അല്ലെങ്കിൽ മനസ്സിൽ ഊട്ടിയുറപ്പിച്ച ഒരു കഥാപാത്രം നിലയായിരുന്നു. അപ്പോൾ എനിക്ക് നിളം മതി. അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലും നിളം ഒരു അപ്രധാനമായ പ്രധാനമായ കഥാപാത്രം നിലയെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ്. 57ഓളം ചലച്ചിത്രങ്ങൾക്ക് തൂലിക ചലിപ്പിച്ചുകയും അതിൽ 54 സിനിമകൾക്കും പാട്ടുകളുടെ കൂമ്പാനാണ് സമ്പുഷ്ടം. ഏത് സിനിമ എടുക്കാം കരയുന്നോ പുഴ ചിരിക്കുന്നോ കരയുന്നോ പുഴ പാടുന്ന പുറപ്പെട്ട സിനിമ. അതിൽ
അപ്പോൾ ഇരുട്ടുകാരന്മാർ കൊടുത്താലും വാഗച്ചാത്തു കഴിഞ്ഞൊരു ദൈവന്റെ മോഹനമണി വീണു കണ്ണേ കാണണം. അസുഖത്തിൽ പോകുന്ന കുട്ടി അതിന് ചേട്ടനൊരു പാട്ടാണ്. നമ്മുടെ പാട്ട് ഓർമ്മ വരുന്നില്ല, അറിയാം, പക്ഷെ കിട്ടുന്നില്ല. അങ്ങനെ നഗരം നഗരം മഹാസാഗരം മഹാസാഗരം മഞ്ഞളി പോയിനാം പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളച്ചു വെച്ചു നീരാടുമ്പോൾ നഗരങ്ങളിൽ മാധവം കുട്ടിക്ക് നമ്മൾ ഓർമ്മ. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ശരദിന്ദുമലദീപ നാളം നേട്ടി സുരഭിലയാമങ്ങൾ ശ്രുതിമേട്ടി. കെ ജി ജോർജിന്റെ ഭാര്യ സൽമ ജോർജുമായിട്ട് പാടിയ ഈ പാടാണ് ഉൾക്കടൽ എന്ന് പറഞ്ഞത് 1977. അതിൽ തന്നെ എന്റെ കടിഞ്ഞു പ്രണയകഥയിലെ പെൺകൊടി കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയൊരസ് കുടീരം ഞാൻ ഉൾക്കടൽ. അത് കഴിഞ്ഞ് ബന്ധനം 1978. രാഗം ശ്രീരാഗം ഉദയ ശ്രീരാഗം. 4 രാഗത്തില് ശ്രീരാഗം, അംശത്തിൽ വസന്തം, മലയാളം. ഈ 4 രാഗത്തിൽ ചെയ്ത എം.പി. ശ്രീനിവാസൻ ചെയ്ത അർത്ഥശാസ്ത്രീയ മലയാളോട് ധൈര്യമായിട്ട് ബൃന്ദാവസ്ഥാനത്ത് ചോദിക്കാം. 4 രാഗങ്ങളോട് ചേർന്ന ഗാനത്തിൽ ജയയുടെ സ്റ്റേജ് ഓഫ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഏറ്റുമാനൂരമ്പലത്തിൻ പരിമളത്തിൽ മുന്നേ കാത്തിരുന്ന പൂവന്റെ വള്ളി. വാക്കുകളെ തെറ്റുപറ്റ ക്ഷമിക്കണം. ഒപ്പോൾ അതിനാണ് ബാലയ്ക്കനാക്ക് ഭരതമാണ് MP. അത് കഴിഞ്ഞ് തൊഴുതു മടങ്ങും സംശയമേതോ വീതിയിൽ മറയുന്നു. അക്ഷരങ്ങൾ പുണ്യമേന അക്കൊല്ലത്തെ സ്റ്റേറ്റ് അവിടെ തോന്നുന്നു. കണ്ണാന്തളിയും കാട്ടുകുറിയും കണ്ണാടി അക്ഷരങ്ങൾ അനുബന്ധം സിനിമ MPയുടെ അനുബന്ധം. അത് പിന്നെ അതുപോലെ തൃഷ്ണ തെയ്യാട്ടം ധവനികളിൽ വിടരും മഹോത്സവം ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ മൈനാകം കടലിൽ നിന്നുയരും. അപ്പൊ ഏത് സിനിമ നോക്കിയാലും MTയുടെ ഗാനങ്ങളുടെ ശരിക്കും കൂമ്പാരം തന്നെ പറയാം. അത് അത്രയും സമ്പുഷ്ടമായി. അത് കഴിഞ്ഞ് ആരണ്യകം ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിയിലൊളിച്ചിരിച്ചില്ലേ. വെള്ളം എന്ന് പറഞ്ഞ സംഗതി സൗരയൂഥപഥങ്ങളിലോ സംഗമപ്പൂവിടുന്നു പ്രേരദൂതിലെ മോഹം പൂവിലെ പൊൻപരാഗമാണിറങ്ങോ. ഇപ്പോഴത്തെ വെള്ളം അന്നത്തെ ഇപ്പം പുതിയ വെള്ളമുണ്ടോ? ഇത് പറയും. പിന്നെ അതുകൂടി പറയണല്ലേ, വെള്ളം എന്ന് പറയുമ്പോൾ അത് തിരിഞ്ഞിരിക്കും. പിന്നെ അത് പിന്നെ പാർവണേതുമുഖി പാർവതി പ്രണയാണ്. പിന്നെ വടക്കൻ പേര് ഇന്ദുലേഖ തുറന്നു ഇന്ദുരാമം സാന്ദ്രവൻ രാത്രി മാഞ്ഞു. 5 ആരെയും ഭാവഗായകനാക്കും നഗക്ഷരങ്ങൾ. അതിൽ കേവല മധ്യഭാഷ കേൾക്കാത്ത ജയകണ്ഠമാണ്. അങ്ങനെ അത് തുടർന്നു. സന്ധ്യഭൂതവിടെ ആഹാദി
നാദം കൈയൊഴുകി വന്നതിവിടെ. അപ്പോ ഏത് സിനിമയാണ് പാട്ടുകളില്ലാത്തതെന്ന് വെച്ചാൽ കർമ്മത്തിൻ പാതക വീതികൾ ദുർഗമ വിജനപദങ്ങൾ വളർത്തുമുകളുടെ സിനിമയുണ്ട്. സർക്കസ് കൂടാരത്തിന്റെ കഥയാണ്. അതില് ആ പാട്ടിന്റെ രചനയും ഞമ്പിയാണ്. അപ്പൊ അതുകൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഏത് സിനിമ എടുത്താലും ഞമ്പിയുടെ പാട്ടിന്റെ ഒരു പ്രളയം തന്നെ. 78 ജയേട്ടന് സംസ്ഥാന അവാർഡ് കിട്ടിയ രാഘവ് ശികാരം. അത് രാഘവ് ശികാരും MSc ആണ് സംഗീത സംവിധായകൻ. ബന്ധനന്ദ സിനിമക്ക് വേണ്ടിയിട്ട് ജയേട്ടനെ നിർബന്ധിച്ച് MPയുടെ നിർബന്ധപ്രകാരം വിളിച്ച് പാടണമെന്ന് പറഞ്ഞപ്പോൾ ജയേട്ടൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇതാവില്ല, ഞാൻ ശാസ്ത്രീയ സംഗീതം പാടുകയില്ല, എനിക്കതാവില്ല. പക്ഷെ അതിന് മുമ്പേ സ്വാതി തിരുനാളിൻ കാമിനി സപ്തസ്വര സുധാ വാഹിനി ത്യാഗരാജനും ദീക്ഷിതരും തപസ്സു ചെയ്തുണർത്തിയ സംഗമമോഹിനി സ്വാതി തിരുനാളിൻ കാമിനി. ഈ ഒരു അർദ്ധശാസ്ത്രീയ സംഗീതം 7 പാടിയിട്ടുണ്ട്. സപ്തസ്വരം എന്ന് പറഞ്ഞു. സച്ചിനെ ശ്രദ്ധിക്കണേ, തെറ്റുണ്ടെങ്കിൽ നമ്മൾ പറയണം കേട്ടോ. ധൈര്യമായിട്ട് ഞാൻ എൻ്റെ അടുത്ത് തെറ്റുപറ്റിയ മാപ്പ് പറയാൻ ഞാൻ തയ്യാറാകും. തെറ്റ് തിരുത്തണം എന്നാണ്. പരസ്പരം നമുക്ക് തെറ്റ് പറഞ്ഞു പോയിട്ട് കാര്യമില്ല അല്ല. ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ചിലപ്പോൾ തെറ്റിക്കും വാക്കുകൾ അതല്ല. അപ്പോൾ അർജുനമായ സംഗീതത്തിൽ ശിവയുടെ പേര് വരിക അത് നല്ല പുരന്ദരദാസന്റെ പുണ്യ ചിന്ത നല്ല വരികളോ നല്ല സംഗീതമാണ്. പക്ഷെ ഈ ബന്ധനത്തോടെ നമുക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം തീരെ പാടാൻ പറ്റൂല, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു, റിട്ടേൺ ടിക്കറ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞ കേശവ നമ്പൂതിരിയുടെ നിർബന്ധപ്രകാരം വീണ്ടും ഗുരുകുല സമ്പ്രദായത്തിൽ 2 ആഴ്ച ഈ പാട്ട് പഠിച്ച് പാടി റെക്കോർഡ് ചെയ്ത് ബന്ധനം സിനിമയിൽ ചേർത്ത് അതിനെ സ്റ്റേറ്റ് പാടി 1978. അത് കേശവ നമ്പൂതിരിയുടെ ഒറ്റ നിർബന്ധ പ്രകാരമായിരുന്നു. അപ്പൊ ആ കേശവ നമ്പൂതിരി നിങ്ങൾക്ക് പറയും അല്ലേ? വിഘ്നേശ്വരാജന്മാളികേരം നിന്റെ തൃക്കാലുടയ്ക്കുവാൻ വന്നോ, പാറമേക്കായിൽ കുടികൊള്ളും ഭഗവതി പവിത്രകാരിണി പരബ്രഹ്മരൂപിണി മൂകാംബികെ ഹൃദയതാളാഞ്ജലി പ്രണവനാദാംബികെ സകല വേദാംബികെ ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടുത്തെ ശംഖമാണെന്റെ കണ്ഠം കാളിന്തി പോലെ ജനപ്രവാഹം ഇതു കാലക്കലേക്കോ വാഗച്ചാത്തിലേക്കോ കോടും പിടികളെ കണ്ണാലൊഴിക്കും കൂടൽ മാണിക്യ സ്വാമി നെയ്യാറ്റിൻകരവാഴും കണ്ണാനിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എന്റെ ജന്മം. തൊഴിലുണരുക കരിമലവാസ വരവരുക കലിയുക വരദ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഇത്ര ഈ 10 പാട്ടുകൾ ഇസ്മാസ്റ്റേഴ്സ് വോയിസിന്റെ അതായത് HMPയുടെ പുഷ്പാഞ്ജലി കേസിട്ടുള്ളതാണ്. അതിന്റെ സംഗീത സംവിധായകനാണ് കേശവൻ. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഇന്നും അന്നും തരകടേക്കാളും ഒരു പടി കൊണ്ടത് ജയേട്ടന്റെ ഒത്തിരി കേസുകൾ ഇപ്പോൾ വിറ്റുന്നു. മാർക്കറ്റ് വൈസ് തരകടേക്കാളും തരകടയ്ക്ക് മുമ്പേയുള്ള ഗസ്റ്റ് കൂടിയായി.
അപ്പോൾ അതുകൊണ്ട് തന്നെ കേശവ നമ്പൂതിരിയെ തള്ളാൻ ജയേട്ടനുമായിരുന്നില്ല. ജയേട്ടനെ തള്ളാൻ കേശവ നമ്പൂതിരിക്കും എം ടിയുടെ നിർബന്ധപ്രകാരം അങ്ങനെ ആ സിനിമയിൽ പാടുക, അങ്ങനെയാണ് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ കേശവ നമ്പൂതിരി പിന്നെ എന്താ പറയുക ഒരു ഗുരുതുലനായിട്ടാണ് ജയേട്ടൻ കാണാറ്. ആ കേശവ നമ്പൂതിരിയാണ് പിന്നീട് തലകിയുടെ വരമാല എന്ന് പറഞ്ഞ കേസിൽ ദാസനും രമേശ് നായരും വിശ്വാസം കൂടി പിന്നെ കേശവ നമ്പൂതിരി വനമാല എന്ന് പറഞ്ഞു. അതിൽ 10 കോട്ടയാണ്. പക്ഷെ അതിനകത്താണ് മികച്ചതും ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതും ഈ പുഷ്പാഞ്ജലി എന്ന കേസ്. അപ്പോൾ ജയേട്ടൻ അത് കഴിഞ്ഞിട്ട് ഇടവഴിയിലെ പൂച്ച എന്താ പൂച്ച എം ടിയുടെ അതും സെമി ക്ലാസ്സിൽ പാടൂല പാടൂല എന്ന് പറഞ്ഞിട്ട് ജയേട്ടൻ ഒരേ സെമി ക്ലാസ്സിൽ പാടിയിട്ടില്ല. നമുക്ക് ഒരു അനുഭവം വെച്ചാൽ ജയേട്ടൻ്റെ ആദ്യത്തെ പിന്നെ 10 പാട്ട് നമ്മൾ ചെയ്യും. എൻ്റെ പേര് യാദവ്, ചിലപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരിയെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജയേട്ടൻ നമ്മളാണ്. ഗിരീഷ് പുത്തഞ്ചേരി അപ്പോൾ ചെറുതൂരിൽ അടുത്ത ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ശരത്തിന് അങ്ങനെ പറയും 55-56 കാലഘട്ടത്തിൽ ഗിരീഷ് ചെറുതൂരിൽ രാവിലെ വരും 5 പാട്ട് നമ്മൾ വീട്ടിലേക്ക് കമ്പോസ് രാവിലെ രാത്രി മലയാളം തിരിച്ചു പോകും. അപ്പോൾ കോഴിക്കോട് കൊയിലാണ്ടി അത്തോളിയാണ് ഗിരീഷ്. പുത്തഞ്ചേരി എന്ന് പറഞ്ഞ ചെറിയാണ്. അത്തോളി, ഉള്ളേരി, പിന്നെ പുത്തഞ്ചേരി, ഇത് 3 കൂടിയുള്ള സ്ഥലം. അപ്പോൾ മലബാറിൽ ഒന്നെങ്കിൽ കൊയിലാണ്ടി ഇറങ്ങിയിട്ട് പോകും, അല്ലെങ്കിൽ പിന്നെ കോഴിക്കോട് ഇറങ്ങി അപ്പുറത്തേക്കുള്ള ബൈപ്പാസ് റോഡിലുള്ള ഹോസ്പിറ്റൽ. പിന്നീട് ആദ്യം വീടുള്ളത് ചെറുതുള്ള എല്ലാ ഷോപ്പും അദ്ദേഹത്തിന് വൈകിട്ടാണ്. അപ്പോൾ അങ്ങനെ പാട്ട് എഴുതി നമ്മൾ 10 പാട്ട് എഴുതി ചെറുതിൽ 3 നമ്മളെ പ്രായമുള്ള പിന്നെ 3 ആൾക്കാർ ചെയ്തു. നമ്മൾ പിന്നെ ഗാനത്തിൽ പാടിക്കണം എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ മദ്രാസ് ജയേട്ടനെ പരിചയപ്പെടുകയും ജയേട്ടനെ വിളിക്കുകയും ജയേട്ടൻ എറണാകുളത്ത് വന്ന് 10 പാട്ട് പാടാൻ പറയും. സ്റ്റുഡിയോയിൽ വന്നു. അന്ന് ലൈവ് ഓർക്കസ്ട്ര, അതായത് ഇന്നത്തെ തലമുറക്ക് ലൈവ് ഓർക്കസ്ട്ര ഉണ്ടോയെന്ന് അറിയില്ല, കുറവില്ല. ഗായകൻ പാടിക്കഴിഞ്ഞാൽ ഓർക്കസ്ട്രക്കാർ എത്തിച്ച ഗായകൻ ആദ്യം പാടണം. അന്ന് ഒരു 50-60 പീസ് ഓർക്കസ്ട്ര വെച്ചിട്ടാണ് ചെയ്യാം. ഒരു ദിവസം മാക്സിമം 2 പാട്ട് ഉച്ചവരെ വന്നു, ഉച്ചയ്ക്ക് ശേഷം 2 പാട്ട് അന്നെ രാത്രി മിക്സ് ചെയ്ത് പിറ്റേന്നത്തെ ഫൈനൽ പാട്ടാക്കി. അപ്പോൾ ഇന്നിപ്പോൾ സമ്പ്രദായം മാറി. നമുക്ക് ആദ്യം വയലിനിസ്റ്റ് അല്ലെങ്കിൽ കീബോർഡ് അല്ലെങ്കിൽ കമ്പോസർ എന്ത് വേണമെങ്കിൽ നമുക്ക് മാറി മാറി എടുക്കാം. നമുക്കിങ്ങനെ ലൈവ് ജയേട്ടനെ കൂടി പുറത്തും ഒരു 50ഓളം പാട്ടുകൾ ലൈവ് പാടിക്കാനുള്ളൊരു മഹാഭാഗ്യം. അങ്ങനെ ചിത്രം നമുക്ക് ഇപ്പോൾ ചെയ്യുന്നു. ഇന്നിപ്പോൾ അത് അങ്ങനെ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ദാസേട്ടൻ അല്ലെങ്കിൽ ജയേട്ടൻ എഴുതുന്ന പാടും റെക്കോർഡ് അതിൻ്റെ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസർ കൊടുക്കും, ബസ് എന്നോട് തീർന്നു. പക്ഷെ അന്ന് ഇങ്ങനൊരു മഹാഭാഗ്യം കിട്ടിയപ്പോൾ ജയേട്ടൻ ചോദിച്ചു, ഇതാരാ ഈ പാട്ട് എഴുതിയുള്ളവരെ അയാളെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഗിരീഷ് വന്നതാണ്. പിന്നെ റൂമിലെന്തോ എന്താ ആൾ ഉറങ്ങാൻ വന്നതാണ്, പാട്ട് എഴുതാൻ വന്നല്ലേ വരാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല. ഓട്ടോറിക്ഷ റെസിഡൻസ് അവിടെ പോയിട്ട് അല്ലെങ്കിൽ റിസപ്ഷനിൽ വിളിച്ചിട്ട് ലാൻഡ് നമ്പറിൽ വിളിച്ചു പോകണം. അങ്ങനെ ഗിരീഷ് പറഞ്ഞു പിന്നെ കളാണ് കേടുമ്പോൾ ഞാൻ പാടില്ല, അയാളെ കണ്ടിട്ട് പാടാണ്. പക്ഷെ ഗിരീഷ് അദ്ദേഹത്തിൻ്റെ പാട്ട് പാടി, ഗിരീഷിൻ്റെ പാട്ട് അദ്ദേഹം പാടിയുണ്ട്. എന്താ വെച്ചാൽ കോഴിക്കോട് രഘുമാറിനറിയില്ല, നമ്മളെ ശ്യാമ ബോയിങ് ചെയ്ത് വലിയ മ്യൂസിക്കാണ്. രഘുമാറിൻ്റെ ഗാനഭവനിൽ നമ്മളൊരു കേസുണ്ട്, ചിത്രി പാടില്ല. പക്ഷെ ഇവരെ നേരിട്ട് കാണുന്നില്ല, നേരിട്ട് കാണുന്നത് നമ്മളല്ല. അതിനാണ് അതിൽ 10 പാട്ടുകൾ. ഒരു മനസ്സുമായി ഒരു ദുഃഖരാത്രി ഗുരുവായൂരിലെത്തി 10 പാട്ടുകൾ. അപ്പോൾ ഒരു പാട്ടിൽ നമ്മൾ കുറച്ച് സ്വരങ്ങളൊക്കെ വെച്ചപ്പോൾ ജേട്ടൻ പറഞ്ഞു വെച്ചാൽ അത് എന്നത്തോട് പാടാനാവൂല. ഞാനതാ പറയാം, അത് ശാസ്ത്രീയ സംഗീതം ജയേട്ടന് പാടാനാവാത്ത കാര്യം ആവാത്ത തന്നെ പറയും. അപ്പോൾ സ്വരങ്ങളിൽ മാറ്റിയിട്ട് റീകമ്പോസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ റീകമ്പോസ് ചെയ്ത് ഇപ്പോൾ ഞാൻ ജയേട്ടൻ പാടണ്ട അല്ല, അത് അങ്ങ് മറ്റൊരു പാടും, അങ്ങോട്ട് പാടുന്നു. അപ്പോൾ ആരെയും അങ്ങോട്ട് നമുക്കുണ്ടാവും.
അങ്ങോട്ട് താടിക്കാണ് നിങ്ങളെ മറ്റേ പറഞ്ഞു യേശുദാസിനത്. നമ്മൾ ഇന്നത്തെ തലമുറ എന്താ പറയുക, ആവൂലികൾ ഞാനേറ്റു എന്നല്ല പറയാം. ജയേട്ടന് അതിൽ ഒരു ചമ്മലില്ല ആവാത്ത കാര്യം. അതുകൊണ്ടാണ് അടുത്ത കാലത്ത് ജയേട്ടനോട് പ്രായം തമ്മിൽ പാടുന്നു പറഞ്ഞപ്പോൾ അതേപോലെ അത് സ്റ്റുഡിയോയിൽ പാടിയതാണ്. അത് വോയിസ് പഞ്ച് ചെയ്ത് പാടിയതാണ്. എനിക്ക് പാടാൻ അവിടെ ഞാൻ പാടില്ല, വളരെ ഒരു വരി പാടിത്തരാം. ഇങ്ങനെ ആവാത്ത കാര്യം ആവൂലാന്ന് പറയും. പക്ഷേ അതുകൊണ്ട് ജയേട്ടനോട് പറയാൻ വെറുപ്പുണ്ട്, പിന്നെ ഭയങ്കര അഹങ്കാരി ശരിയാണ് താൻ തോന്നുന്നതെന്ന് പറയും. പക്ഷെ അടുത്ത് കഴിഞ്ഞാൽ പച്ചയാണ്. പക്ഷെ അതുകൊണ്ടാണ് ഈസ്റ്റോട്ട മാസ്റ്റർ എന്ന് പറയാൻ കാരണം അവരെ രവീന്ദ്രൻ മാഷ് നല്ല കണ്ടിട്ടുള്ള വീഡിയോ ഇല്ലേ. ജോൺസൺ മാഷാണ്, ദേവരാജ മാഷാണ്, ദക്ഷിണാമൂർത്തി സ്വാമിയാണ്, ബാബുരാജല്ല ബാബുക്ക എന്നാ പറയുക. രവീന്ദ്രൻ പിന്നെ മാസ്റ്റർ അല്ലെന്ന് പറയാം, ഈസ് എ മ്യൂസിക് ഡയറക്ടർ. അവർക്ക് അതിൻ്റെ ക്വാളിറ്റി അറിയായിരിക്കും. പക്ഷേ ഇത് ജോൺസണെ അംഗീകരിച്ചപ്പോൾ നമ്മളെ സമൂഹം മുഴുവൻ ജയേട്ടനോട് വെറുപ്പുണ്ടായിരുന്നു. സത്യം പറഞ്ഞു ഇല്ലേ. രവീന്ദ്രൻ മാഷ് അത്ര മോശമാണെന്ന് ചിന്ത എല്ലാവരും ഉണ്ടായില്ലേ. പക്ഷെ അദ്ദേഹം അത് തുറന്നെടുത്ത് പറയില്ല. ഒരാളോട് കൊലവറി പാട്ട് വന്ന കൊലവറി പാടിയപ്പോൾ റിയാലിറ്റി ഷോ നീക്കിപ്പോയി അദ്ദേഹം. നമുക്കിത് നീക്കാനാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ തലമുറയും അദ്ദേഹത്തിൻ്റെ ചിന്തയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുമെല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ പറയാനുള്ളത് പച്ചയായിട്ട് പറയും, അതിലൊരു മടിയുമില്ല. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത നിമിഷം വളരെ ഫ്രണ്ട്ലി ആയിട്ട് എത്ര ഭൂമിയോളം താവാൻ പറ്റുമോ തന്നെ അങ്ങനെ അത്രയും നല്ലൊരു പച്ചയെ നമുക്ക്. പിന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കൊറോണ കഴിഞ്ഞിട്ടാണ് നമുക്ക് ലാസ്റ്റ് 22-ലാണ് അന്ന് ഞാൻ പിന്നെ MRI അല്ലെങ്കിൽ രാത്രി റെക്കോർഡിങ് പുതിയുള്ള ഇക്ബാലിൻ്റെ സ്റ്റുഡിയോയിൽ ഇക്ബാലിൻ്റെ സ്റ്റുഡിയോയിൽ 2 പാട്ട് ഞാൻ അവളോട് ഇക്ബാലോട് പറഞ്ഞിട്ടില്ല. ഇക്ബാലോട് ഒരാൾ വരുന്നുണ്ട് രാത്രി ഒരു വോയിസ് മിക്സ് ചെയ്യാം. റെഡി ആകും. രാത്രി 9 മണിയാകുമ്പോൾ നമ്മൾ എൻ്റെ മേലെ കയറുമ്പോൾ തന്നെ പിന്നെ കേൾക്കുമ്പോൾ ഇനി ഇറക്കാനെന്തെങ്കിലും വേണ്ടി വരില്ലേ, റോപ്പ് മറ്റോ നോക്കാം, അക്കയ്ക്ക് ഇറക്കാനില്ലാന്ന്. ഞാൻ ചേട്ടാ നമുക്ക് ജസ്റ്റ് പോയി കണ്ടിട്ട് കാണാം, ഇനി നമ്മെ ആദ്യം വരണമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ പോയി സ്റ്റുഡിയോയിലൊക്കെ കണ്ട് ഇപ്പോഴാകെ ധരിച്ചു ഞാനത് ജയേട്ടനിൽ നമ്മൾ നാളെ പാടാണ്. അപ്പോൾ ജയേട്ടൻ എന്ന് വെച്ചാൽ ഭക്ഷണം കറക്റ്റ് സമയത്ത്, അത് ലോകത്തിന് എന്ത് പ്രളയം വന്നാലും ഭക്ഷണം കഴിക്കില്ല. അതിന് ഒരു പിന്നെ വിട്ടുവീഴ്ചയില്ല. അതെന്നാലും കഴിക്കും, അത് തട്ടുകളിൽ പോയിട്ട് കഴിക്കും. ഇപ്പോൾ മറ്റേ എക്സസൈസുകളിൽ ഒന്നും ഓണമില്ല, തട്ടുകടയ്ക്ക് തട്ടുകൾ മുഴുവൻ ഓടിക്കുത്തി പിന്നെ തലയിൽ കെട്ടിലും കെട്ടി സുഖമായിട്ട് അത് ദോശ സമയത്ത് കഴിക്കും. അപ്പോൾ MRIയിൽ പോയിട്ട് നടന്ന് പിന്നെ എല്ലാവരും അവിടെ 10 മിനിറ്റ് നമ്മൾ ഇരുന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരാൾ ഒരു സപ്ലൈർ വന്ന് ചോദിച്ചു, ജയചന്ദ്രനാണല്ലേ ചോദിച്ചു. എന്താ അദ്ദേഹത്തിന് ദോശ ചെലവിൽ ചോദിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിടുന്ന ഭക്ഷണം ചോദിച്ചു. അപ്പോൾ അവരാൾ വേറെ കുറിച്ച് ജയചന്ദ്രൻ പറയുന്നത് നമ്മളോട് താൻ എന്നെ കാണാൻ വന്നോ ദോശ കാണാമോ. അപ്പോൾ അവരൊന്നും അറിയില്ല. അത് മീൻസ് നമുക്കൊരാളെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയൊരാളെ കാണുമ്പോൾ നമുക്ക് നമ്മളെല്ലാം വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു അനുഭവം. ദാസേട്ടനെ കൂട്ടിയിട്ട് നമ്മളെ താണക്കുള്ള പിന്നെ സാധു ഓഡിറ്റോറിയല്ലേ അതിൻ്റെ പോലെ നമ്പറിന് അവർ വീട്ടിൽ പോയപ്പോൾ കയറി മുറ്റത്തെത്തി ഇറങ്ങുമ്പോൾ ഇവരെ ഭാര്യ അവർ ആരാന്ന് വെച്ചാൽ വിശ്വാസം ഒരു മിനിറ്റ് അവിടെയൊക്കെ വെള്ളം അവർ വിളക്ക് എത്തിച്ചിട്ട് വിളക്കും കൊടുത്തിട്ട് വേണം. അപ്പോൾ ആരും ചോദിച്ചാൽ വിശ്വാസം നടത്തുക. അപ്പോൾ മീൻസ് ഓരോ വീട്ടിലും നമ്മുടെ നാടൻ ഭാഷയിൽ നൃത്തപ്രകടനം പറയുന്നത്. നൃത്തപ്രകടനം അവിടെ വരുമ്പോൾ തന്നെ ആരെങ്കിലും വിശ്വാസം ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളല്ലേ, ശരിയായ ദൈവങ്ങളല്ലേ. നാളൊക്കെ ഞാൻ വിളക്ക് എത്തിക്കിട്ടുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ വിളക്ക് എത്തിച്ച് കറുപ്പ് ആലോചിച്ചിട്ടാണ് നമ്മൾക്ക് തമിഴ്നാട് മറ്റുള്ള സ്ഥലത്ത് കാണാം. ഇത് പിന്നെ നൃത്തപ്രകടനം വരുമ്പോൾ എന്താ ചെയ്യാൻ? അപ്പോൾ അത് പറഞ്ഞ പോലെ ഒരു സെലിബ്രേഷനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ അത് നോക്കി എന്നിട്ട് ഒരു അരമണിക്കൂർ ഇട്ട് ജയേട്ടന് ദോശ കിട്ടി. ജയേട്ടനാണ് പറഞ്ഞത് ഇനി ഞാൻ ഇങ്ങോട്ടേക്കില്ല, ഞാൻ വേറെ ഹോട്ടലിൽ പോയി പോകും എന്നാൽ പച്ച. ഇതിൻ്റെ അവസാനം അത് പറഞ്ഞോ നല്ല ദോശ നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു. മീൻസ് അത് അവരും വെറുപ്പിക്കില്ല. കാര്യങ്ങൾ
തുറന്നടിച്ച് പറയുന്ന പ്രകൃതം. അതുകൊണ്ട് ഞാൻ പിന്നെ പല വേദിയിൽ കൊണ്ട് നമ്മളെ പുറത്തങ്ങോട്ട് നമ്മളെ കൃഷ്ണകാര്യ സ്വാമികൾ അവിടെ നമ്മള് വർഷങ്ങൾ 20-25 വർഷം പോലീസ് പരിപാടി കഴിഞ്ഞ് നമ്മളെ നേരെ ജേട്ടൻ നമ്മളെ വീട്ടിൽ വന്ന് അമ്മേൻ്റെ അടുത്ത് കൊടുക്കുക ഈ കിട്ടിയ പൈസ ഒരു സൈഡിൽ ബാഗുണ്ട്. ആ ബാഗത്തിൽ നമ്മളൊരു മക്കൾക്കൊന്നും കൊടുക്കണ്ട, അമ്മേൻ്റെ അടുത്ത് വരും, നിങ്ങളുടെ അടുത്ത് വെച്ച സേഫാണ്. 4 ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 5-ാമത്തെ ദിവസം നോക്കി അമ്മേൻ്റെ അടുത്ത് പൈസ വാങ്ങിക്കും. അപ്പോൾ അതിൻ്റെ പിറ്റത്തെ ദിവസം നവമിയായിട്ട് പോലീസ് വീട്ടിൽ വന്നു, ദശമിയായിട്ട് ഈ കൃഷ്ണാന്റെ പരിശ്രമം നേരെ പുറത്താക്കേണ്ട ആശ്രമത്തിൽ. അപ്പോൾ നമുക്ക് പറയാം നമ്മൾ അങ്ങേക്ക് പോകാം. നല്ല മഴയാണ് ദശമിയായിട്ട്. അമ്പലത്തിൽ ഊണ് കഴിച്ചു, ചെറുപ്പം ഊണെന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. അത് അമ്പലത്തിൽ നിന്ന് തന്നെയാണെങ്കിൽ ഭയങ്കര അവരിക്കാകുമ്പോൾ നമ്മൾ അമ്പലത്തിലെ സിസ്റ്ററായിരുന്നു ഇവര് രാജവംശത്തിലുള്ളവർക്കും ഗംഭീരമായിട്ടുള്ള ആദ്യം തൽപ്പത്തിൽ അവരുടെ ആ ഒരു കൺസെപ്റ്റിൽ മാന്യസ്ഥാനത്ത് തുടങ്ങുമ്പോൾ ഇവർക്കുള്ളത് വർഷം കഴിക്കും. അപ്പോൾ ജേട്ടനുള്ളത് വർഷം കഴിച്ച് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു. നമ്മൾ കുട്ടി പിന്നെ പുറത്താകണ്ട പോയി പോകുമ്പോൾ അവിടെ കാണാമെന്ന് വെച്ചാൽ കബീർ പൂർണ്ണമ ശ്രീമാട് മധു സുരേഷ് ഗോപിയിലും ഈ സ്വാമിജിൻ്റെ കാലിൽ വീണത്തോട്. അപ്പോൾ ജേട്ടനെ നോക്കിയിട്ട് നമ്മൾ വീഴണം, നമ്മൾ ജേട്ടൻ നമുക്ക് ചോദിക്കണം സ്വാമിജിയില്ലേ നമ്മൾ പോകണം. ഞാനോട്ട് നമ്മൾ വീണു. സ്വാമി പോകുമ്പോൾ ജയനാളി ജയ അവിടെ ഇരിക്കും. അപ്പോൾ ചേച്ചിയുടെ കച്ചേരി നടക്കുന്നതാണ്. ചേച്ചിയുടെ കച്ചേരി നടക്കുമ്പോൾ ജയയുടെ അടുത്ത് വരൂ ജയ ഇരിക്കുന്നു. അല്ലല്ല എൻ്റെ സമയമായിട്ടില്ല, നിങ്ങളുടെ സമയമായിട്ടില്ല, നിങ്ങൾ പഠിക്കണം. അപ്പോൾ ചേച്ചി അവരെ ഒരു സഹോദരി കൊടുത്തിൽ ജയ പാടി. ജയേട്ടൻ ആദ്യം തന്നെ വിളിച്ചു ഈശ ദീനദയാലോ വിമലമാഴും ശ്രീകണ്ഠാ ശരണം ശരണം നിപദ കമലം പുലിമാകണം അയ്യപ്പ. ജേട്ടൻ ഏത് സ്റ്റേജിലും അതാണ് ആദ്യം. എല്ലാവരും വിശ്വാസം ഇല്ലാതെ മതി, അങ്ങനെയുള്ള പടം തുമ്പിക്കര മതി, അല്ലെങ്കിൽ പപ്പാകര മതി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജേട്ടൻ ഏത് സ്റ്റേജിലായിരിക്കും മടയൊക്കെ പിന്നെ അരങ്ങത്ത് വന്നിട്ട് മടയുണ്ട്. ഏത് സ്റ്റേജിലും എത്ര വലിയ സ്റ്റേജിലും ഈ ഒരു പാട്ട് ആദ്യം തുടങ്ങും. അത് മകൾക്ക് പീൻ്റെ പാട്ടാണ്. പിന്നെ അദ്ദേഹം അവരുടെ ജയജയുടെ സംഗീതം തോന്നും. അപ്പോൾ ചേച്ചി വിളിക്കുന്നു, നിന്റെ അയ്യപ്പൻ്റെ പാട്ട് പാടുന്ന വിളിക്കുന്നത്, നിന്റെ ഞാൻ നിർത്തിക്കൊള്ളു അയ്യപ്പൻ്റെ പാട്ട്, ഈ ഒരു പാട്ട് പാടുമ്പോൾ നീ അറിയിക്കണം, ഞാൻ പാട്ടിക്കൊള്ളാം എന്നാൽ അത് അവരെ കൊണ്ടുള്ള ബന്ധമാണ്. അപ്പോൾ സ്വാമിജി പിന്നെ തുടങ്ങിക്കൊള്ളുന്നുണ്ട്. അതിൻ്റെ പിറ്റേന്ന് നമ്മൾ ജയേട്ടനെ കൂട്ടാനാണ് പോയപ്പോൾ KKLCG പോയപ്പോൾ ഒരാളെ അവരോട് നടക്കുമ്പോൾ ജയേട്ടൻ എന്നെ ശ്രദ്ധിച്ചു. അടുത്ത് പോയി പറഞ്ഞു, ജയചന്ദ്രനല്ലേ? ആ അതെ. അല്ല വീശൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ? ആ എൻ്റെ മുഖത്തല്ലേ, തൻ്റെ മുഖത്തല്ല. ഇയാൾ ആകെ ഭയങ്കര ക്ഷീണമായി പോയാൽ ഇവിടുന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതെ എൻ്റെ മുഖത്താണ് വീശ, എൻ്റെ വീശ. ഞാൻ കണ്ണാടി പോയി നോക്കി, നാളെ ഇങ്ങനെ വീശ വെക്കാൻ പറ്റുമോ? നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരോട് ജേട്ടനൊരു ചപ്പാലൊന്നുമില്ല. ജേട്ടത് പച്ചയായിട്ട് പറയും, എനിക്കുള്ള കാരണം നമ്മളുള്ള കാര്യം പറയുകയാണ് പച്ചയായിട്ട്. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത നിമിഷം അദ്ദേഹം അവരുമായിട്ട് എന്താ എവിടെയാണ് എന്താ വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറാണ്. ജയേട്ടനെ കണ്ടപ്പോൾ എന്തെങ്കിലും ചോദിക്കേണ്ടതെന്ന് ചോദിച്ചതാണ്. ചെറുതമ്പലത്തിൽ വന്നിട്ട് ജീവനക്കാരെ ഫോട്ടോ എടുക്കുമ്പോൾ പറഞ്ഞു, തൻ്റെ പണി ഇതല്ലോ, പോയി അമ്പലത്തിൽ പണി ചോദ്യമില്ല. കാരണം പറഞ്ഞാൽ അദ്ദേഹത്തിനത് പിന്നെ പറഞ്ഞില്ലേ പറഞ്ഞു, പിന്നെ ഇപ്പം പറഞ്ഞില്ലേ പിന്നെ അത് ശരിയാവില്ല. ശരിയാവില്ല. നമുക്കിങ്ങനെ പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ആ കാലഘട്ടത്തിൽ നമുക്ക് അത് ചോദിച്ചുകൂടെ പറഞ്ഞോളൂ. ആ കാലഘട്ടം അങ്ങനെയല്ലേ. ഇപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ആളുണ്ടല്ലോ. ആ തെറ്റ് ഒരാൾ സെൽഫി എടുത്ത് ഫോട്ടോ എടുക്കണോ, അദ്ദേഹത്തിൻ്റെ കൈ ചുമല് വെച്ചിട്ട് പറഞ്ഞു ഫോട്ടോ എടുക്കണം. എന്നോട് ഇയാൾ എൻ്റെ അച്ഛനാണോ, എൻ്റെ അനുജനാണോ, എൻ്റെ മകനാണോ, കൈയ്യെടുക്കുന്നത് രണ്ടും കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു. നമ്മൾ അത് ആ സമയത്ത് നമുക്ക് ദേഷ്യമുണ്ടെങ്കിലും പിന്നെ നിന്റെ ഹരിതേന്ദ്ര അയൽവാസി ഒരു സെൽഫി എടുത്തിട്ട് വാങ്ങിച്ച അപ്പാട് കട്ട് ചെയ്തിട്ട് പിന്നെ പറഞ്ഞു ഒരുമിച്ച് ഫോട്ടോ എടുക്കാം. ഇതിൽ വേറെ ഫോട്ടോ എടുപ്പിച്ചു.
എന്നോട് ചോദിക്കണം, ഒരു അച്ഛൻ മകൻ്റെ പോക്കറ്റ് അത് ഒരു സംസ്കാരമാണ്. ഇപ്പോൾ പണ്ടത്തെ പെണ്ണുങ്ങൾ പറയില്ലേ, നിങ്ങൾ ഈശ്വരീയ മത്സ്യം വന്നതിന് 10 രൂപ എടുത്തിന്, അത് വന്നിട്ട് പറയുന്നതൊന്നും ആ സംസ്കാരം ഉണ്ടല്ലേ. 10 രൂപ എടുത്താൽ ഒന്നും പറയുന്നില്ല, പക്ഷെ അത് പറയണം. അച്ഛൻ പോകേണ്ട ഈശ്വരന് പെണ്ണെടുത്താൽ പൈസ എടുത്താൽ ആ സംസ്കാരം ജയുടെ പറയുന്നതാണ്. ആ സംസ്കാരം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഇപ്പോൾ അത് ഇതൊന്നും ഇനി ഇപ്പോൾ പഠിച്ചില്ല, ഇനിയിപ്പോൾ പഠിക്കും. നമുക്കത് ഒരാളെ പിന്നെ ഒരു വാക്കിലൂടെ നന്നാക്കാൻ പറ്റുമെന്ന് നല്ലത്. അങ്ങനെ പിന്നെ കുറേ പേരുണ്ട്. പക്ഷെ എല്ലാവരും പറയും അയാൾ തമിഴ്, അയാളെങ്ങനെ ഒന്നുമില്ല. അദ്ദേഹം പച്ചയായ മനുഷ്യൻ. നമ്മളത് മനസ്സിലാക്കിയ കാര്യം നമുക്ക് ഓരോ റെക്കോർഡിങ്ങിനും ഓരോ അനുഭവം. ഇപ്പോൾ നിങ്ങളുടെ അയൽവാസി മരിച്ചു, ബലറാമത്ത്, അദ്ദേഹത്തിൻ്റെ അവസാന സിനിമ സൂര്യപുത്രൻ, എൻ്റെ പാട്ട് ചെയ്തതാണ്. അതിൽ ചെറുതിലെ കെ വി ശ്രീധരൻ അദ്ദേഹം പാട്ട് പ്രപഞ്ചപൂമരക്കൊമ്പിലെ തിരി മണമുള്ള പൂ മാത്രമാണു നമ്മൾ, വിരുന്നുകാരായി കയറി വരുന്നൊരു വാടക വീട്ടുകാരാണു നമ്മൾ, യാത്രികരാണു നമ്മൾ. അപ്പൊ പാട്ട് പിന്നെ ജേട്ടൻ ഈ ഒരു 78-79 വയസ്സിൽ അദ്ദേഹം കാറെടുത്തിട്ട് വരും വീട്ടിൽ സ്റ്റുഡിയോയിൽ. ഒറ്റക്കല്ല, ഒരു മാരുതി സ്ഥലമാണ് അതെടുത്തിട്ട് വരും. അപ്പോൾ വരുമ്പോൾ തന്നെ ഈ സ്റ്റുഡിയോക്ക് പുറത്ത് ഒരു 10-50 ചെയ്യിപ്പിക്കും. വിളിച്ചിട്ട് ചോദിച്ചു, എന്താ ഷൂ കച്ചവടം ഉണ്ടോ, ഇത് ചെരുപ്പിൻ്റെ പീടിയാണെന്ന് ചോദിച്ചു. അപ്പോൾ അതേ വിഷയം എന്താ വെച്ചാൽ പ്രൊഡ്യൂസറെ കുടുംബക്കാർ, ഡയറക്ടറെ കുടുംബക്കാർ, നാട്ടുകാർ എല്ലാവരും ജേട്ടെ കാണാൻ വന്നതാണ്. ജേട്ടെ പോയി ഞാൻ പാടില്ല. അപ്പോൾ വൈകുന്നേരം പാടാം പോയി ഒരു വീട്ടിലെത്തിയിട്ട് വിളിച്ചു പറഞ്ഞു, നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞു ശരിയാവും. അപ്പോഴത്തേക്ക് എല്ലാവരും പോയി. എന്നാൽ സ്റ്റുഡിയോയിലും ആ ഒരു സെറ്റപ്പിൽ അവർക്കെല്ലാം കാണേണ്ട ആഗ്രഹത്തിന് വന്നുവെങ്കിലും ജേട്ടൻ അതൊന്നുമില്ല. ജേട്ടൻ അത് പച്ചയായിട്ട് പറയും, ആരും പാടില്ല എന്നാണ് പറയും. അപ്പോൾ ആ പടത്തെ ഞാൻ പറയാം, നമുക്ക് ഓരോ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ജേട്ടൻ്റെ ഓരോ അനുഭവം. പക്ഷെ എന്നിരുന്നാലും പാട്ടെല്ലാം നേരത്തെ ശരത്ത് പറഞ്ഞ ജയേട്ടൻ്റെ പാട്ട് പാടാൻ ജയേട്ടന് മാത്രമേ ഉള്ളൂ. യേശുദാസ് ഇഷ്ടംപോലെ അഭിനയമാണല്ലേ, ഇഷ്ടംപോലെ. നേരത്തെ പാടിയ ശ്രുതി താറ്റി പാടുക പൂവിലേ എന്നോ മലുറക്കമാണ് ഉണർത്തരുതേ, എന്നോ ഉറക്കമായി ഉണർത്തരുതേ. അതല്ലെങ്കിൽ സ്മൃതി തൻ ചിറകിലേ ഞാൻ ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ, രാജീവനയന്റെ വാർത്തകൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ. ഇതെല്ലാം ജേട്ട പാടിയ മധുര ലളിതഗാനങ്ങളാണ്. അതേസമയം ഘനശ്യാമ സന്ധ്യാഹൃദയം പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം വീണ്ടും ഓർക്കുമ്പോൾ കൊണ്ടുപോകരുതേ മുരളി, കൊണ്ടുപോകരുതേ ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖീനേ പല്ലവി പാടിയ നേരം. വിശുദ്ധത്തിലെ ആദ്യത്തെ ലളിതഗാനമായിരുന്നു, ഇപ്പോഴും ലളിതഗാനം. അത് ഭജഗോവിന്ദ എന്ന് പറഞ്ഞ നമുക്ക് വേണ്ടി എഴുതുക. അത് വിശുദ്ധത്തിലെ ആദ്യത്തെ പാട്ട് അത് ദാസോടെ പാടിയത. ആ സിനിമ ഇന്നും ഇറങ്ങിയിട്ടില്ല. 5 രാധാകൃഷ്ണ സംഗീതം. അപ്പോൾ ഇപ്പോൾ ദാസോടെ പാട്ടുകൾ പാടാൻ ഇഷ്ടംപോലെ ആൾക്കാരാണ്. ജയേട്ടൻ്റെ പാട്ട് പാടി പോയി. നമ്മളിപ്പോൾ പാടുന്ന പോലെ ശരിക്കും നമ്മുടെ ഭാഷയിൽ പിന്നെ അഹങ്കാരം കൊണ്ട് പാടുന്നത് ഒരു പാട്ടും നമുക്ക് പ്ലെയിനായിട്ട് പാടാം. അതിൻ്റെ ഡെപ്ത് ഭയങ്കര നെന്മണിയേറെ നോക്കിയാൽ മതി. ഏത് പാട്ടും നമ്മൾ വിചാരിക്കും വളരെ എളുപ്പം. സുപ്രഭാതത്തിൻ്റെ ഹമ്മിങ് പാടാൻ കഴിയാം.
ഏത് പാട്ടും, ഇപ്പോൾ ഉപാസന കാവ്യപുസ്തകം ഏത് പാട്ടും കേൾക്കുമ്പോൾ കേവലം മറ്റേ ഭാഷ നോക്കിയാണ് ഏത് പാട്ടും എല്ലാം നമുക്ക് അതിനുള്ളിൽ എന്തെല്ലോ ഒളിഞ്ഞ് കിടക്കുന്നൊരു സമ്പ്രദായം. അത് ജയേട്ടന് മാത്രമേ പാടാൻ കഴിയൂ. പക്ഷേ പിന്നെ രവീന്ദ്ര മാഷ് പാട്ട് കമ്പോസിങ് പറയാറുണ്ട്, ഇത് ഗാനമേളക്കാർ എടുക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ കമ്പോസിങ് നഷ്ടമായിട്ടില്ല. പക്ഷെ ഗാനമേളക്കാർ അതേപോലെ പാടി അതേപോലെ പാടണം. ജയേട്ടത് എങ്ങനെ വൈകിട്ടാക്കിയാലും നമുക്ക് അതിന് ചെറു പിന്നെ പെർഫെക്ഷൻ ഉള്ള സാധനം വളരെ അപൂർവമാണ്. ഇപ്പം കേരളത്തിൽ ഒരു പിന്നെ 10 പാട്ട് കേട്ടിട്ടില്ല ജയേട്ടൻ്റെ പാട്ട് പാടും. ഞാനടങ്ങുന്ന ഗ്രൂപ്പിൽ പല പാടുകളില്ലേ, അത് നമ്മൾ പിന്നെ എന്താ പറയുക, ഇതൊരു ഗ്രൂപ്പിൻ്റെ ഒരു വികാരം കൊണ്ട് ആരും ഒന്നും പറയാത്തല്ല അല്ലേ, കുറ്റം പറയുന്നില്ല. എന്നാൽ അതിലും പലതും പിന്നെ ശ്രമിക്കുന്നില്ലെന്നേ പറയാൻ പറ്റും. ദാസേട്ടൻ്റെ എല്ലാവരും പറയാം, ഒരു ഗാനമേള ബുക്ക് ചെയ്യുമ്പോൾ ആദ്യം അതാ പറയാം യേശുദാസൻ പുറപ്പാണ്. അത് ഒന്നാം സംഘാടകർക്ക് അത് ധാരാളം യേശുദാസൻ പുറപ്പാണ് അറിയാൻ. പക്ഷെ ജയേട്ടനെ പോലെ പാടുന്ന എവിടെയെങ്കിലും പറഞ്ഞു കേട്ടോ നമുക്കറിയില്ല, ഇല്ല പറയില്ല. അത്രയും ടഫാണ് ഓരോ ഏറ്റവും ചെറിയ പാട്ട് എങ്ങനെ എടുത്താലും. ദേശീയപാടി ശിവശങ്കര സർവശരൻ്റെ വിഭവം പാടാൻ പറ്റുമെങ്കിലും ഇല്ല. അങ്ങനെ മഹാകവിയുടെ വേറെ പാടുണ്ട്, പിന്നെ അത് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ജയേട്ടന് ഇപ്പോഴും അന്നും അപരന്മാരില്ല. പക്ഷേ ജയേട്ടന് ഒരു നിമിത്തം എന്ന് വെച്ചാൽ എല്ലാം മറ്റുള്ളവരുടെ പാട്ടുകളെ പാടിയിട്ട് ഹിറ്റാക്കാൻ യോഗമുണ്ട്. പല പാട്ടുകളും ഇപ്പോൾ പ്രസാദവും ആ പാട്ട് തോക്കുകൾ കഥ പറയുമ്പോൾ നമുക്ക് ദേവരായ മാഷ് ചെയ്തപ്പോൾ KS സേതുമാധവൻ പറഞ്ഞതിന് ദാസേട്ടൻ പാടിയത് നിർബന്ധത്തിന് വഴങ്ങി പാടാൻ നോക്കിയപ്പോൾ പിന്നെ ദേവരായ മാഷ് പറഞ്ഞു വെച്ചാൽ ആ പാട്ട് പാടുന്നുണ്ടെങ്കിൽ ജയൻ പാടും, അങ്ങനെയാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ആ നായകനെ നിങ്ങൾ മാറ്റിക്കുന്നു. അങ്ങനെയാണ് ആ പാട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യില്ല, ആ നായകനെ നിങ്ങൾ മാറ്റിക്കോ, അങ്ങനെയാണ് ചെയ്യേണ്ട ആ പാട്ട് വരുന്നത്. പിന്നെ അതുപോലെ മാനത്തെ കായലിൽ മണപ്പുറത്തെന്നൊരു താമര കളിത്തോടി, അത് ബ്രഹ്മാനന്ദ പാടാൻ അല്ല, ശരിക്കും മറ്റേ പാട്ട് പാടാനായിരുന്നു ദേവരമ്മ തീരുമാനിച്ചത്. കളിത്തോടില്ല മാറിപ്പോയത്. അങ്ങനെയാണ് കരിയൂർ കടലിൽ പാടുന്നത്. എല്ലാം പലതും പിന്നെ മാറി പാടാം. മുല്ലപ്പൂ മാറിയുമായി വന്നത് കൊണ്ടില്ല. അത് റിലീസാകുമ്പോൾ മഞ്ഞളിൽ മുന്നിത്തോത്തി ദാസേട്ടനെ കൊണ്ട് പിടിച്ച് പാടാം. അപ്പോൾ എല്ലാം അപരന്മാരില്ലാന്ന് പറഞ്ഞാൽ അതിനൊരു വിധി പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി വന്നതാണ്. എന്നും ജയന് അപരന്മാർ ഇല്ലാതെ എന്നാലെയാണ്. പക്ഷേ അന്ന് ജയേട്ടനും യേശുദാസും ജയചന്ദ്രൻ വേറെ ആരുമില്ല. കൂട്ടത്തിൽ ബ്രഹ്മാനന്ദൻ രാജ മലയാളത്തിൽ PB ശ്രീനിവാസ് കപൂർ അല്ലാണ്ടെങ്കിലും അത് ഇന്നും യേശുദാസും ജയേന്ദ്രൻ മാത്രമേ ഉള്ളൂ. എന്നും അങ്ങനെയായിരിക്കും തന്നെ തോന്നുന്നു. ഇനി മലയാളത്തിൽ നമുക്ക് വേറെ മാറ്റമുണ്ടാവും നമുക്ക് തോന്നുന്നില്ല, ഉണ്ടാവും. ഒരു സുവർണ്ണ കാലഘട്ടം നമ്മൾ ഇപ്പം 2025 ഈ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ മലയാളത്തിൽ ഒരു 10 അല്ലെങ്കിൽ ഒരു 20 പാട്ട് മലയാളികളെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. ഏതോ 1-2 പാട്ടുണ്ടാവും, ബാക്കിയെല്ലാം പോക്കാം. എന്നാൽ ആ തലമുറയില്ല ഒന്ന് കേൾക്കാൻ. അതായത് വിഷയം. പാട്ടിലായിട്ടെല്ലാം പാട്ടുകാരിലായിട്ടെല്ലാം പിന്നെ സംഗീതം ഇല്ലാത്തല്ല ആ തലമുറയില്ല. ഇതിപ്പോൾ എല്ലാവർക്കും എന്തെല്ലോ ആണ്. നമ്മൾ കുറച്ച് ഭാഗ്യം വേണം. നല്ല വെള്ളം നമ്മൾ കുടിച്ചിട്ടുണ്ട്, നല്ല വായു കിട്ടിയിട്ടുണ്ട്, നല്ല പിന്നെ വെളിച്ചം കിട്ടിയിട്ടുണ്ട്, നല്ല ആൾക്കാരൊക്കെ ഇടയിലുണ്ട്, നല്ല പാട്ട്, നല്ല സിനിമ. ഏത് സിനിമ എടുത്താലും ഏത് പാട്ടെടുത്താലും നമുക്ക് ആ കാലഘട്ടം നമ്മളിങ്ങനെ ഓർമ്മ. നമുക്ക് പിന്നെ ഇപ്പോഴത്തെ ഇപ്പോൾ ഒന്നുമില്ല. പക്ഷെ അന്ന് ഇതെല്ലാം കൂടെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൈസക്ക് വലിയ ബുദ്ധിമുട്ടില്ല. വളരെ ചുരുക്കാൾക്കാരുടെ പൈസ ഉണ്ടായിരുന്നു. അവർ ഇതിനൊന്നും നമ്മളെല്ലാം പിന്നെ അരക്കലെന്ന് പറഞ്ഞാണ് പിന്നെ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അനന്ത മാഷ വേണുകൊണ്ടിരുന്ന പാട്ട്. അപ്പോൾ നമുക്ക് 3 പാട്ട് പഠിക്കണം. എനക്കും അനിയത്തിക്കും ബാബു ഏട്ടനും പാട്ട് പഠിക്കണം. ഒരു മാസം 15 രൂപ കൊടുക്കാനുണ്ടാവില്ല ഫീസ്. അപ്പോൾ ഈ മാസം ഞാൻ പഠിച്ചാൽ ഞാൻ 15 രൂപ അമ്മ കൊടുക്കും. അടുത്ത മാസം ഏട്ടൻ പഠിക്കണം. അപ്പോൾ ഞാൻ ഇത് കേൾക്കുന്നില്ല, ഞാൻ പഠിക്കാൻ വേണ്ടി
ഒരു മാസം 40 രൂപ കൊടുക്കാനില്ല, അന്ന് ദാരിദ്ര്യത്തോട് കൂടാം. പക്ഷെ ഇന്ന് ദാരിദ്ര്യമില്ല. പക്ഷെ ദാരിദ്ര്യം ഇല്ലാതെ മാത്രമല്ല, ഇന്ന് വേറെ ഒന്നുമില്ല. അന്ന് ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്കെല്ലാം നല്ല നല്ല ആൾക്കാർ, നല്ല നല്ല പിന്നെ അധ്യാപകമാണ്, നല്ല നല്ല സ്കൂൾ എല്ലാം നമുക്ക് വേണ്ടിയുണ്ട്. പക്ഷേ ഇന്ന് എല്ലാം ഹൈടെക് ആയപ്പോൾ നമ്മളെല്ലാം ചൊല്ലി നമ്മൾ നമുക്കെല്ലാം സ്കൂളിൽ അടികൊണ്ടു നമ്മൾ വീട്ടിൽ പഠിക്കും. ആ കാലഘട്ടം എങ്ങനെ ഇന്ന് സ്കൂളിൽ അടി ഉണ്ടായാലും പിറ്റേന്ന് രാവിലെ അധ്യാപകരോട് മാപ്പ് പറയിപ്പിക്കുന്ന അതാ കാലമാണ്. അപ്പോൾ നമ്മൾ പിന്നെ അത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ മാറ്റം നമുക്ക് ഒരാളെ നമ്മൾ കുറ്റം പറയാൻ പറഞ്ഞുകൂടാ, പറഞ്ഞാൽ അതിനെക്കാട്ടി ഭവിഷ്യത്തിൽ. അപ്പോൾ ആ രണ്ട് നമ്മൾ കുറച്ചുകൂടി ഭാഗ്യമാണ് ഈ കാലഘട്ടത്തിൽ ഇതിൽ നമുക്ക് കാണാൻ നമുക്ക് ഈ ജയറാന്ന് ഈ ജോൺസൺ മാഷയും അവസരിച്ചൊക്കെ വേറെ മാഷി പറയാം. അദ്ദേഹത്തിന് എല്ലാം വെമ്പിനീന ഇളയരാജയ്ക്ക് കാണിച്ചു ചിന്ന ആസൈ പഴയ വെമ്പിനീന പിന്നെ ഇളയരാജയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ജയറാണ്. നമ്മളെ ദേവരാജൻ മാഷക്കും MSCക്കും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ജയറാണ്. ജയറാന്റെ മോളെ കല്യാണത്തിന് തൃശ്ശൂർ വെച്ചിട്ട് നമ്മളെ ഈ കൃഷ്ണാനന്ദ ഭാരതി സ്വാമിജിയിലെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് എൻ്റെ 2 മക്കളാണ് എന്നിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയി രണ്ടാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഒന്ന് ദേവരാജ മാഷ് പ്രദർശിച്ചു. നമുക്ക് കിട്ടിക്കിട്ടുന്ന ഭാര്യയെ കാണാൻ എൻ്റെ 2 മക്കളാണ് കണ്ടൂരാണ്. ദേവരാജ മാഷ് ഇവിടുന്ന് ഓരോ രൂപ നമുക്ക് ഉണ്ടാക്കി വരും മക്കളില്ലാതെ വെച്ചത്. നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എന്തൊരു കാര്യം ഇന്നും അതൊരു നെയ്മുറയുള്ളത്. കാരണം ജയിലാണ് എൻ്റെ സ്വന്തം മക്കളാണ് കണ്ണൂർ. അപ്പോൾ കണ്ണൂരിൽ ചിലപ്പോൾ അന്ന് ഭയങ്കര പ്രശ്നം നടക്കുന്ന സമയം വയനാട്ടിൽ പിന്നെ ദേവമാഷ കുറുപ്പേ കണ്ണൂരിൽ പണ്ടത്തെ തന്നെയാണോ ഇപ്പം ചോദിച്ചു. അപ്പോൾ പിന്നെ ജയലളിത വരില്ല കണ്ണൂർ കോഴിക്കോട് നമുക്ക് ജയലളിത ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു വേദിയിൽ നമുക്കുള്ള അനുഭവം എന്ന് വെച്ചാൽ പിന്നെ ദേവരാജ ഭാഷ 50 വർഷം ദാസൻ 50 വർഷമായി സംഗീതത്തിൽ എറണാകുളത്ത് വളരെ വലിയൊരു പരിപാടി രവീന്ദ്ര മാഷാണ് അതിൻ്റെ ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യുന്ന രവീന്ദ്ര മാഷ്. അപ്പോൾ ദേവരാജ ഭാഷ MSC ഓർമ്മക്കുറിപ്പ് എല്ലാ മഹാരഥന്മാരുണ്ട്. ജയയുടെ ദാസേട്ടനും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഗിരീഷ് പദ്ധതി ഓടി സ്റ്റേജിലേക്ക് സ്റ്റേജിൻ്റെ വേഗം ഫ്രണ്ടിലേക്ക് രവീന്ദ്ര മാഷ കാണാനുള്ള ഓട്ടം ഗിരീഷ് പദ്ധതി ചെയ്യുന്ന ചേട്ടൻ അല്ല ചേട്ടൻ ഒരു മിനിറ്റ് ഇവിടെ വന്നിട്ട് പോയാൽ മതി താൻ. അപ്പോൾ എല്ലാവരും ഒരു മിനിറ്റ് അല്ല താൻ ഇവിടെ ദാസോട് ചോദിച്ചു എന്താ ചെയ്യാൻ ഇത്ര പ്രശ്നം. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ട് ചേട്ടൻ ഈ 2 മക്കളെ വരുന്നത് തൻ്റെ ജീവിതം ഇവർ മാറ്റുക. ഇവരെ കണ്ടിട്ട് പോയാൽ എത്ര വലിയൊരായിരുന്നു സത്യമാണ്. അല്ല ചേട്ടാ താൻ ഇവരെ കണ്ടിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ട് പറയാം എന്നോട് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ വന്ന വഴി മറക്കാൻ. ഇന്നൊരു ഗിരീഷ് പറഞ്ഞു ചേട്ടാ സാർ അവർ ദാസോട് പറഞ്ഞു പോട്ടടാന്ന്. കാരണം പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞാൽ തുറന്നടിച്ച് പറയും. അതിൽ ഒരു മടിയുമില്ല, ഒരു വിഷമമില്ല. അദ്ദേഹം പറയും നിങ്ങളെല്ലാം പാട്ടുപാടാൻ നിൽക്കുന്നവരാന്ന് നമുക്ക് നല്ലോണം അറിയാം അല്ലേ, പാട്ട് കേട്ടില്ല. അപ്പോൾ നമ്മൾ അധിക പ്രശ്നം നടത്തില്ല. മണിയേട്ടൻ പറഞ്ഞു മണിയേട്ടൻ പിന്നെ ഇതിനെ സഹിക്കാൻ പറ്റാൻ പോയതാണെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഈടായതുകൊണ്ട് 2 വിഷമമുണ്ട്. അതുകൊണ്ട് പോയതാണ്. പിന്നെ നാളെ അഭിപ്രായം പറയാതാണ്. നമുക്ക് പണ്ടേ നമ്മുടെ ചെറുപ്പത്തിൽ കാണുമ്പോൾ ചെറുപ്പത്തിൽ പിന്നെ കിടക്ക വായിച്ച് സോപാനം ചെയ്യുന്ന മഹാഭാഗ്യമാണ്. എന്നാൽ പിന്നെ അവരുടെ അച്ഛൻ PS മാനാണ്. ഓട്ടമുള്ളിൽ കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരൻ PS മാനാണ്. അദ്ദേഹം മരിക്കുന്നതിന് തലേത്തെ വർഷം നമ്മൾ അമ്പലത്തിൽ ആദരിച്ചു. പിന്നെ ആ ഫാമിലി മുഴുവൻ രാധാകൃഷ്ണനും അങ്ങനെ എല്ലാ പാട്ടുകാരും എല്ലാ കലാകാരന്മാരും എല്ലാം ഉത്സാഹം. 2 പൊമ്മക്കളുടെയും അല്ലേ ഓട്ടമുള്ളിൽ ഉത്സാഹം.
അവരെ കുടുംബം എല്ലാം നല്ല. പക്ഷെ ഇപ്പം പ്രായത്തിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ കഴിയുന്നില്ല. മണ്ണിൽ ഇപ്പം കഴിഞ്ഞ് ഭാഗ്യമില്ല സ്റ്റേജ് എഴുതുന്നില്ല. അത് ഞാനോട് നാളെ പറയാം എപ്പോഴാണ് നമ്മൾ ഇപ്പം തന്നെ വന്നിട്ട് പോകാം. നമുക്ക് നിർത്താറുണ്ട്. നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഓപ്പണായിട്ട് നമുക്ക് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ. അതായത് നേരത്തെ പറഞ്ഞത് തെറ്റൊക്കെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ശരിയല്ല. ഞാൻ ചെയ്തതിൻ്റെ ശരി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ശരിയാവില്ല. അത് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ പല നിങ്ങളെ ഇൻ്റർവ്യൂത്തിൽ നിങ്ങളെ ഇതിൽ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട്. നമ്മൾ പാട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കേൾക്കുക. ഇപ്പം ഞാൻ പാട്ട് പഠിച്ച് ഞാൻ തന്നെ പാടി ഞാൻ തന്നെ കേൾക്കും. ആ തെറ്റ് ഞാൻ മനസ്സിലാക്കണം. സെക്കൻഡ് പേഴ്സണെ നമ്മൾ നോക്കിക്കമാണ് അങ്ങനെ ജഡ്ജ്മെൻറ്റ് നമ്മൾ സ്വന്തം. ഞാൻ യേശുദാസിൻ്റെ കൂടെ ട്രാക്കിൽ പോകുമ്പോൾ ഞാൻ യേശുദാസുണ്ട്. പക്ഷെ ഞാൻ എന്താണെന്ന് ഞാൻ അറിയാൻ ഞാൻ തന്നെ കാര്യം ക്രിസ്ത്യാനിയുടെ കൂടെ പാടും. അത് പാടുന്ന വേറൊരു പ്രശ്നമല്ല. നമ്മളെ തെറ്റ് നമ്മളെന്നെ മനസ്സിലാക്കിയ പകുതി ശരി. നമ്മളെല്ലാം ഗുരുനാഥന്മാരെല്ലാം പറഞ്ഞത് തന്നെയാണ്. പണ്ട് പിന്നെ നമ്മൾ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിക്കുമ്പോൾ കേസറ്റ് കേട്ട് പഠിക്കുമ്പോൾ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ പഠിക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. കാരണം ഗുരുകുലത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടെങ്കിലും തെറ്റ് എല്ലാം പറയും. കേസറ്റ് കേട്ട് വരുമ്പോൾ ആകെ പറഞ്ഞ ഒരാൾക്കും ആവും. അതുകൊണ്ടാണ് നമുക്ക് ജഡ്ജ്മെൻറ്റ് പോയി ക്ലാസിക്കൽ മ്യൂസിക്കെല്ലാം പിന്നെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പഠിക്കുകയും കേസറ്റ് കേട്ട് പഠിക്കുകയും നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ജഡ്ജ്മെൻറ്റ് ചെയ്യും നമുക്ക് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ കേസറ്റ് കേട്ട് യേശുദാസിൻ്റെ കേസറ്റ് കേട്ടു, ബാലകൃഷ്ണൻ്റെ കേസറ്റ് കേട്ടു. പക്ഷെ ഗുരുകുലിൽ നിന്ന് പഠിക്കുന്ന ആ ചിട്ട ഇവിടെയും കിട്ടുന്നില്ല. അത് നമുക്ക് മനസ്സിലാവും പെട്ടെന്ന്. ഇപ്പോൾ പണ്ടത്തെ റെക്കോർഡ് ഡാൻസ് ഉണ്ട്, സൈക്കിൾ എടുത്താണ് അതിൻ്റെ ഇപ്പോൾ സിനിമാറ്റിക് ഡാൻസ്. എന്താ വ്യത്യാസം? ഇത്തിരി സാങ്കേതികത അന്നുണ്ടായിട്ടില്ല. നമ്മളെല്ലാം കണ്ടു പാപ്പി അപ്പച്ചനോടോ അതെല്ലാം നമ്മൾ ശരിക്കും സൈക്കിൾ എടുത്തതിന് നമ്മൾ റീൽ കണ്ടതാണ്. അതിപ്പോൾ സ്റ്റേജിൽ വരുമ്പോൾ അതിന് 1 ലക്ഷം 1.5 ലക്ഷം രൂപ അവർക്കത് ജീവിക്കാൻ വേണ്ടി കിട്ടിയത്. നമ്മൾ അന്നും 5-10 പൈസ അവരുടെ ജീവിതം കഴിഞ്ഞത്. പക്ഷെ ഇതിനെക്കാട്ടി പിന്നെ ലൈഫ് അതായിരുന്നു ശരിക്കും. സൈക്കിൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വരികയില്ല. അതിൽ ജയേട്ടനതെല്ലാം വന്നിട്ടുണ്ട്. സാധാരണക്കാരൻ വരും അറിയില്ല. രാജീവനേ നീ ഉറങ്ങൂ രാഗവിലോലേ നീ ഉറങ്ങൂ അനുരാഗഗാനം പോലെ അഴകിടിയല പോലെ ആരുണി ദേവതേ ഭൂപ്രസാദമും ഇളനീക്കുടവുമായി കാവിൽ തൊഴുതു വരുന്നവളെ താമരമലയിൽ കൈവിടലാളത്തിലെ ചോദിക്കൂ മധുചന്ദ്രികയുടെ ചായ തളികയിൽ മഴവിൽ പൂടി ചാലിച്ചു മനസ്സേ നിന്മായാരോ മനസ്സിൽ ഞാൻ വരച്ചു തിരുവാഭരണം ചാതിവിടന്നു തിരുവാതിര നക്ഷത്രം ജന്മദിനത്തിൽ ഹൃദയം തുടികൊട്ടുന്നു ഹൃദയം തുടികൊട്ടുന്നു നിർമ്മലശൈലിയിൽ നീലനിനാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമോ നിന്ദേഹമലവല്ലി ഇന്നുവൻ വിരിമാൽ പടരുമല്ലോ ഏകാന്ത
സന്ധ്യക്കെന്തേനു സിന്ദൂരം ചന്ദ്രികക്കെന്തേനു വൈഡൂര്യം കാട്ടാറിനെന്തിനു പാദസരം എൻ കൺമണിക്കെന്തിനാഭരണം മല്ലികാവാണത്തിന്റെ വില്ലെടുത്തു മന്ദാരമല കൊണ്ടു ശരത്തൊടുത്തു മാറിലോ എന്റെ മനസ്സിലോ മധുര മധുര ഒരു വേദന മദകരമായൊരു വേദന നർത്തകീ ശില്പം കണ്ണിലെ സായൂജ്യനിൻരൂപം ഏതൊരു കോവിലും ദേവതയാക്കും ഏതു പൂജാരിയും പൂജിക്കും നിന്നെ ഏതു പൂജാരിയും പൂജിക്കും നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ ഉഷസിനെ വെള്ളിച്ചാമരമേശും മേഘങ്ങളെ മലയാള ഭാഷതൻ മാതകഭംഗി നിർമ്മല മന്ദഹാസമായി വിടരുന്നു ചന്ദനത്തിൽ കടലെടുത്തൊരു സുന്ദരേ ശില്പം കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ കാട്ടുകുരുങ്ങി പൂച്ചൂടി സ്വപ്നം കണ്ടു വരും പെണ്ണ് ശരദിന്ദുമൽദീപനാളം നീട്ടി സുരഭിളയാമങ്ങൾ ശ്രുതി നീട്ടി സമയരഥങ്ങളിൽ ഞങ്ങൾ മറുകര തേടുന്നു നീലമല പോയിലേ നീ കൂടെ പോരുന്നു നെഞ്ചിരിയാണോ നിന്നഴകായി ഒട്ടനവധി 16,000 ഗാനങ്ങൾ പാടി നമ്മളെ ആനന്ദത്തിൽ ആറാടിച്ച അല്ലെങ്കിൽ മലയാളികൾ എന്തെന്നും ഓർമ്മിക്കാൻ ഭാവാലയ ഗാനങ്ങളോട് മലയാളമുള്ള കാലത്തോട് ദേവരാജ മാഷ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് 2 പാട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാവരും നമ്മൾ പറയാ ചന്ദ്രകാന്തം ചാർത്തിയൊരു എല്ലാവർക്കും അറിയുന്ന പാട്ട്. പക്ഷെ അതേ സിനിമയിൽ മനസ്സുകൊണ്ടൊന്നു കെട്ടിപ്പിടിച്ചേ ദേവരാജ മാഷ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. പിന്നെ ഒന്ന് അവൾ എന്ന് പറഞ്ഞ സിനിമയിൽ സുശീലമ്മയുടെ പാട്ട്. 2 പാട്ടാണ് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ചോദ്യം എന്ന് പറഞ്ഞാൽ ജയേട്ടൻ്റെ പാട്ടാണ് ഇഷ്ടമെന്നാണ് ദേവരാജ മാഷോട് പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ മലയാളം ഉള്ള കാലത്തോളം മലയാളികൾ ഉള്ള കാലത്തോളം ഭാവഗായകന് മരണമില്ല, നമ്മുടെ എല്ലാം മനസ്സിൽ ഭാവഗായകൻ ഉണ്ടായിരിക്കുമെന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ പ്രസംഗം അധിക പ്രസംഗം ഞാൻ പ്രഭാഷകനല്ല, പ്രാസംഗികനല്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു പാവം ഇങ്ങനെ സംഗീതം ആയിട്ട് ഇങ്ങനെ പോകാറാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ പറ്റിയ മഹാഭാഗ്യം. നന്ദി, നമസ്കാരം.